Hi, hello, welcome to Mridula Legal Insight എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് NDPS ആക്ട്. നിങ്ങൾ അറിഞ്ഞാണ് റീസെന്റ് ആയിട്ട് നടന്ന വിഷയങ്ങൾ. നമ്മുടെ വേടനെതിരെ അറസ്റ്റ് ഉണ്ടായി ആൻഡ് ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ശ്രീനാഥ് ബാസിയെ അറസ്റ്റ് ചെയ്തു. ജിൻഡോ അങ്ങനെ ഒരു സെലിബ്രിറ്റിയെ അറസ്റ്റ് ചെയ്തു. ഇതെല്ലാം NDPS ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള അറസ്റ്റ് നടന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ എന്താണ് NDPS ആക്ട്, ഏത് എക്സ്റ്റെന്റ് വരെ ഈ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഡ്രഗ്സ് യൂസ് ചെയ്താലാണ് അല്ലെങ്കിൽ ഡ്രഗ്സ് കയ്യിൽ സൂക്ഷിച്ചാലാണ് അത് ശിക്ഷാർഹമാകുന്നത്, അല്ലെങ്കിൽ ഈ ആക്ടിന്റെ ലിമിറ്റ് എക്സ്റ്റെന്റ് ഏതുവരെയുണ്ട്, ഏത് അറ്റവരെ എത്തുമ്പോഴാണ് ഇത് കർശനമാകുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക ആൻഡ് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ NDPS ആക്ട് എന്നത് നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985. ഈ ആക്ട് നിലവിൽ വന്നിരിക്കുന്നത് ഡ്രഗ്സിന്റെയും സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെയും ഉപയോഗം, അത് കയറ്റുമതി ചെയ്യുന്നത്, കൈവശം വയ്ക്കുന്നത്, അത് ഉൽപ്പാദിപ്പിക്കുന്നത്, അത് വിതരണം ചെയ്യുന്നത് എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ 1985 ഈ നിയമം നിലവിൽ വന്നത്. ഈ ആക്ടിന്റെ ഓരോ വകുപ്പുകളിലും വളരെ കൃത്യമായി പറയുന്നുണ്ട് ആക്ടിന്റെ ബേസിൽ വരുന്ന നിയമലംഘനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ആക്ടില് സ്മോൾ ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മീഡിയം ക്വാണ്ടിറ്റി, ഇങ്ങനെ 3 ഹെഡിൽ ആണ് ഈ ഒരു വ്യക്തി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പണിഷ്മെന്റ് കിട്ടുന്ന സാഹചര്യങ്ങളെ പറ്റി കണക്കാക്കുന്നത് സ്മോൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി ആൻഡ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, ഈ 3 ഹെഡിന്റെ അണ്ടറിലായിരിക്കും. ആൻഡ് സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഡ്രഗ്സ് കണ്ടെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് 6 months ഇംപ്രിസൺമെന്റ് ആൻഡ് 10,000 rupees ഫൈൻ ആ വ്യക്തിക്ക് ലഭിക്കും. ആൻഡ് അതിനുശേഷം 1 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെ അതിന്റെ അകത്താണ് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഡ്രഗ്സ് കണ്ടെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വരുന്നത് മീഡിയം ക്വാണ്ടിറ്റിയുടെ അണ്ടറിലാണ്. ഇനി ഈ 20 കിലോഗ്രാമിൽ കൂടുതലാണ് ഡ്രഗ്സ് കണ്ടെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വരുന്നത് അങ്ങനെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്താൽ ആ വ്യക്തിക്ക് റിഗറസ് ഇംപ്രിസൺമെന്റ് കിട്ടും. മാത്രമല്ല അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുടെ അണ്ടറിലാണ് വരുന്നത്. സോ ഇതെല്ലാം ഇത്തരം ഒരു വകുപ്പിന്റെ അല്ലെങ്കിൽ ഈ ആക്ടിന്റെ നിയമലംഘനം ആരോപിച്ചാണ് വേടനെതിരെ, ശ്രീനാഥ് ബാസിക്കെതിരെ, ഷൈൻ ടോം ചാക്കോക്കെതിരെയൊക്കെ റീസെന്റ് ആയിട്ട് കേസ് എടുത്തിട്ടുള്ളത്. ഇവിടെ ബർഡൻ ഓഫ് പ്രൂഫ് ആരുടെ കയ്യിലാണ്? ഒരു പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം കുറ്റക്കാരനല്ല, അദ്ദേഹത്തിന്റെ ഇന്നസെൻസ് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം പ്രതിയുടേതാണ്. ഈ കേസിൽ പ്രതിയുടേതാണ്. ഇനി ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തി കുറച്ച് ഡ്രഗ്സ് കണ്ടെടുത്തു, പക്ഷേ ആ വ്യക്തി ഒരു ഫസ്റ്റ് ഒഫൻഡർ ആണ് എന്നുണ്ടെങ്കിൽ കോടതി ചിലപ്പോൾ അയാളെ റിഹാബിലിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഒക്കെ അയക്കാറുണ്ട്, അങ്ങനെ കാണാറുണ്ട്. മാത്രമല്ല ഇത് നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് കൂടിയാണ് ഈ ആക്ടിന്റെ കീഴിൽ വരുന്നത്. അപ്പൊ നമ്മുടെ തലമുറ, നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇത് വാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ ഒക്കെ ചെറിയ യൂസേജ് പോലും ഈ ആക്ടിന്റെ ബേസിൽ ഒഫൻസ് ആണ്. നമ്മളത് യൂസ് ചെയ്തിട്ട് നമ്മളത് കണ്ടില്ല, അല്ലെങ്കിൽ കൈ വെച്ചിട്ടേ ഉള്ളൂ, ജസ്റ്റ് കണ്ടതേ ഉള്ളൂ, കൂട്ടത്തിൽ ഉണ്ടായിരുന്നതേ ഉള്ളൂ, ഇത്തരം ഒരു വാദപ്രകടനങ്ങളൊന്നും ഈ ആക്ടിന്റെ ബേസിൽ വിലപ്പോവില്ല. മാത്രമല്ല കോടതി അത് ഈസിലി പരിഗണിക്കത്തതും ഇല്ല. സോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണ്. ഈ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.